ഓയിൽമെന്റും ടാബ്ലറ്റും എല്ലാം ഉപയോഗിച്ചിട്ടും അവസാനം വരെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ടെസ്റ്റും ചെയ്തില്ല, മറ്റൊന്നും ചെയ്തില്ല. കണ്ടപ്പോഴേ ക്യാൻസർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ 4 മാസമായിട്ട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മാഡം. താഴെ കൂടിയോന്നറിയില്ല, മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിരുന്നു. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും ക്യാൻസർ സംബന്ധിച്ച് ഇവർക്കുണ്ടായ സിംറ്റംസിനെ പറ്റിയും ഇതിവരെങ്ങനെയാണ് തരണം ചെയ്തതെന്നും കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ഇവരെങ്ങനെയാണ് ചൂസ് ചെയ്തതെന്നും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം മാഡം. മാഡം എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ കരിംനഗർ. പേഷ്യന്റ് ആരാ മാഡത്തിന്റെ? ഹസ്ബൻഡാണ്. ഓക്കെ. പേരെന്താ? പ്രഭാകർ. വയസ്സ് എത്രയാ? 53. ഓക്കെ. ഓക്കെ. ഡോക്ടർ എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? ടങ് ക്യാൻസർ എന്നാണ് പറഞ്ഞത്. അതിനു മുന്നേ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ആക്സിഡന്റ്. ഇവിടെ എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു. ഓപ്പറേഷനും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 10 വർഷത്തോളം ആയിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവർക്ക് ഈ ഭാഗത്തൊരു ചെറിയ മുഴ പോലെ വന്നു. വളരെ ചെറിയൊരു മുഴ. ഓക്കെ. അതിനുശേഷം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് കഴിച്ചാലും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓയിൽമെന്റും ടാബ്ലറ്റും അങ്ങനെ പലതും പ്രയോഗിച്ചു നോക്കി. ഒന്നുകൊണ്ടും പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടായില്ല. അവസാനം വരെ ഒരു കുറവും തോന്നിയില്ല. അങ്ങനെ കുറയാതെ വന്നപ്പോ എന്താണ് പ്രശ്നമെന്നറിയാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവർ ടെസ്റ്റ് ഒന്നും ചെയ്തില്ല. കണ്ട ഉടൻ ക്യാൻസറാന്ന് പറഞ്ഞു. വീട്ടില് വേറെ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിരുന്നോ ഇതിനു മുമ്പ്? ആർക്കും ഇല്ല. അതിനുശേഷം ഒരു ഇഞ്ചക്ഷൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോ കുറവുണ്ടായി. അതുകൊണ്ട് വീണ്ടും 4 പ്രാവശ്യം ആ ഇഞ്ചക്ഷൻ വാങ്ങി ഉപയോഗിച്ചു മാഡം. 4 അല്ലെങ്കിൽ 5 പ്രാവശ്യം ഉപയോഗിക്കാറുണ്ടായിരുന്നു മാഡം. അതിനുശേഷം ടാബ്ലറ്റും കഴിക്കുമായിരുന്നു. അതൊരു 15 ദിവസത്തേക്കാണ് തന്നത്. അത് പിന്നെയും ശരിയാകുന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി വന്നുകൊണ്ടിരുന്നു. ഈ വേദന കുറയാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റും ഇഞ്ചക്ഷനും എല്ലാം മാറി മാറി ഉപയോഗിച്ചു. താഴേന്ന് സ്പ്രെഡ് ആവുന്നത് കണ്ടിരുന്നില്ല. അപ്പോഴേക്കും അത് വായി മൊത്തമായി. ഇവിടെയാണെങ്കിൽ ചെറിയ ചെറിയ മുഴകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. ഇതെന്താന്ന് ചോദിച്ചാൽ ചെറിയ കുമിളകളാണെന്ന് പറയും. കുമിളയല്ല, മുഴയാണെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. എന്ന് വെച്ചാൽ എന്താ? കുമിള എന്ന് പറഞ്ഞാൽ അത് വേദന കൊണ്ട് ചെറിയ തടിപ്പ് പോലെ വരും. അതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അങ്ങനെയല്ല, ഒരു മുഴയാണെന്നാണ് അവർ പറഞ്ഞത്. അതിന് വലിപ്പം വെച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടർ എന്താ നിങ്ങളോട് പറഞ്ഞത്? ആക്സിഡന്റിന് ശേഷമാണോ ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഇദ്ദേഹത്തിന് എന്തെങ്കിലും ദുശീലം ഉണ്ടായിരുന്നോ? മദ്യം കഴിക്കാറുണ്ട്, ബീഡിയും വലിക്കാറുണ്ട്. ഇതുകൊണ്ടായിരിക്കും അല്ലേ വന്നത്? അതുകൊണ്ടാണ് വന്നതെന്നൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് വന്നതെന്നൊന്നും പറഞ്ഞേയില്ല. ആക്സിഡന്റ് ആയതിനു ശേഷമാണ് ഗുഡ്ക പോലെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുതെന്ന് അവർ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞല്ലേ? നിങ്ങളിപ്പോ ഇവിടെ വന്നില്ലേ? ഇതിനു മുമ്പ് ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചിരുന്നു, ഇപ്പൊ ആയുർവേദമാണ് കഴിക്കുന്നത്. ഇല്ല, ഇംഗ്ലീഷ് മെഡിസിൻ ഒരു മാറ്റവും ഇല്ല. തുടക്കത്തിൽ എങ്ങനെയിരുന്നോ അങ്ങനെ തന്നെ ഉണ്ട്. ഓക്കെ. സോ നിങ്ങളോട് ആരെങ്കിലും യൂട്യൂബിൽ കണ്ടിട്ടാണോ ഈ ഹോസ്പിറ്റലിനെ പറ്റി നിങ്ങളോട് പറഞ്ഞത്? യൂട്യൂബിലല്ല, എന്റെ സഹോദരനോട് ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ. മാഡം, ഞങ്ങളും സാറിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് രോഗമൊക്കെ മാറട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു മാം. ശരി.